ആ പറയേണ്ടത് ആദ്യം പോയിട്ട് കോഴിക്കോട് ജില്ലയിലെ CPM-ന്റെ സെക്രട്ടറി മെഹബൂബാണ് ആദ്യം രാജിവെക്കേണ്ടത്. കഴിഞ്ഞ 10 വർഷം മാർക്സിസ്റ്റ് പാർട്ടിയല്ലേ ഇവിടെ ഭരിച്ചത്, ഇടതുപക്ഷല്ലേ ഭരിച്ചത്, പിണറായിയുടെ പോലീസ് ആയിരുന്നില്ലേ? എന്തേ 10 വർഷം എന്നെ തൊടായിരുന്നത്? എന്താ 10 വർഷം എന്നെ തൊടായിരുന്നത്? ഞാൻ അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്നെ അറസ്റ്റ് ചെയ്യാമായിരുന്നില്ലേ? പെരിന്തൽമണ്ണ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നാലകത്ത് ബഷീറിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനവും ആരോപണവുമായിക്കൊണ്ട് ഇന്ന് നടന്ന കൗൺസിൽ യോഗത്തിൽ നഗരസഭ പ്രതിപക്ഷം രംഗത്ത് വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വാർത്ത ചാനൽ 10 പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടിയുമായിക്കൊണ്ട് ചാനൽ 10 പ്രേക്ഷകരോടൊപ്പം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നാലകത്ത് ബഷീർ കൂടെയുണ്ട്. എന്തായാലും വലിയ ഒരു വിമർശനവുമായിക്കൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ നഗരസഭ പ്രതിപക്ഷം രംഗത്ത് വന്നിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇന്ന് നടന്ന കൗൺസിൽ യോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നത്. എങ്ങനെയാണ് ഈ ഒരു ആരോപണങ്ങളെ താങ്കൾ പ്രതിരോധിക്കുന്നത്? പ്രതിഷേധത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. കഴിഞ്ഞ കാലങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ചാമ്പ്യൻഷിപ്പ് നടത്തിയതിൽ അതില് അഴിമതി ഉണ്ടെന്ന്, മിസ്അപ്രോപ്രിയേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിന് വോളിബോൾ അസോസിയേഷനിലുള്ള ചില ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമായി ഓരോരുത്തർ കൊടുക്കുന്ന പരാതി, സ്വാഭാവികമായിട്ടും ഒരു പരാതി കൊടുത്താൽ ആ പരാതിക്കെതിരെ അന്വേഷണം ഉണ്ടാവും. ആ അന്വേഷണത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ നിയമപരമായി നീങ്ങും എന്നല്ലാതെ വേറെ ഇതിനകത്ത് യാതൊരു കഴമ്പുമില്ല. ഇപ്പോ ഏത് കാലങ്ങളിൽ ഏത് രീതിയിലുള്ള നാഷണൽ ലെവലിലോ സ്റ്റേറ്റ് ലെവലിലോ ചാമ്പ്യൻഷിപ്പ് നടക്കുമ്പോഴും അതിനൊക്കെ ഇത്തരത്തിലുള്ള പരാതികൾ വരാറുണ്ട്. 12 വർഷമായി ഞാൻ സംസ്ഥാന വോളിബോൾ അസോസിയേഷന്റെ സെക്രട്ടറി ആയിരുന്നു. 8 വർഷം ഞാൻ വോളിബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സെക്രട്ടറി ആയിരുന്നു. ഇപ്പൊ 2011 പെരിന്തൽമണ്ണയിലെ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് 34ാമത് സബ് ജൂനിയർ നാഷണൽ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് നടത്തി 2011. മലപ്പുറം ജില്ലയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോളിബോൾ അസോസിയേഷന്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് 40 ക്ലബ്ബുകളിൽ നിന്ന് 23 ക്ലബ്ബുകൾ ഒരു ഭാഗവും 17 ക്ലബ്ബുകൾ മറ്റൊരു ഭാഗത്ത് പരാജയപ്പെട്ടപ്പോൾ ആ ക്ലബിലെ ഒരാള് വിജിലൻസിലേക്ക് പരാതി കൊടുത്തു. പരാതി കൊടുക്കുന്ന 2011 2014 2011 ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞിട്ടാണ് പരാതി കൊടുക്കുന്നത്. അങ്ങനെ ഒരു പരാതി വന്നപ്പോഴും അവർ അന്വേഷിച്ചിട്ട് കഴിഞ്ഞ 2022 അത് പരാതിയിൽ ഒരു കഴമ്പുമില്ല എന്ന് പറഞ്ഞ് FAD ഫൈനൽ റിപ്പോർട്ട് ഡ്രോപ്പ്ഡ് എന്ന് പറഞ്ഞിട്ട് അതിനൊരു മറുപടി കൊടുക്കാനുണ്ടായത്. അതേപോലെ ഇതും സംഭവിക്കും. ഇത് 2018 ഫെബ്രുവരി മാസത്തിലാണ് കോഴിക്കോട് സ്വപ്ന നഗരിയിൽ ഈ ചാമ്പ്യൻഷിപ്പ് നടന്നത്. ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ചാമ്പ്യൻഷിപ്പ്, ഏറ്റവും ഭംഗിയായി നടത്തിയ ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞ് കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ വോളിബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എനിക്ക് തന്ന കത്താണിത്. വോളിബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വെറുതെ അങ്ങനെ ഒരു കത്ത് തരില്ല. ആ ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞ് 7 കൊല്ലം കഴിഞ്ഞിട്ടാണ് അതിന്റെ മുകളിൽ പരാതി വരുന്നത്. ഈ ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞ് സംഘാടക സമിതി അതിന്റെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ച് പാസാക്കി. അതേപോലെ തന്നെ കേരള സ്റ്റേറ്റ് വോളിബോൾ അസോസിയേഷൻ അതിന്റെ വരവ് ചെലവ് കണക്ക് പാസാക്കി. ഇതിന്റെ എക്സ്പെൻസുകളെല്ലാം പേയ്മെന്റ് നടത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിയാണ് ഇതിന്റെ പേയ്മെന്റുകൾ മുഴുവൻ നടത്തിയിട്ടുള്ളത്. നാലകത്ത് ബഷീറിന്റെ ഒരു വൗച്ചർ പോലോ അല്ലെങ്കിൽ ഒരു പേയ്മെന്റ് നടത്തിയതോ ഒന്നും ഇതിനകത്ത് കാണുകയില്ല. ഞാൻ വോളിബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സെക്രട്ടറി ആയപ്പോൾ ഇതിന്റെ ഒരു മുഖ്യസ്ഥാനത്ത് അവിടുത്തെ ഒരു കൺട്രോൾ കമ്മിറ്റിയാണ്, ഒരു 6 അംഗ കൺട്രോൾ കമ്മിറ്റി ഉണ്ടാവും ഇന്ത്യ നടത്തുന്ന ചാമ്പ്യൻഷിപ്പിന്. ആ കൺട്രോൾ കമ്മിറ്റിയിൽ ഒരു മെമ്പറാണ് ഞാൻ. അതേപോലെ തന്നെ കേരളത്തിൽ നടത്തുന്നത് കൊണ്ട് അതിന്റെ ജനറൽ കൺവീനറായി. അതിനൊരു സെക്രട്ടറി വേറെയുണ്ട്, ഫിനാൻസ് കമ്മിറ്റിക്ക് കൺവീനർ വേറെയുണ്ട്, അതിന്റെ ട്രഷറർ വേറെയുണ്ട്, ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ വേറെയുണ്ട്. ആ തരത്തിൽ 1001 അംഗ കമ്മിറ്റികൾ ഇരുന്ന് പാസ്സാക്കി എടുത്തിട്ടുള്ള ഒരു അക്കൗണ്ടിനെ കുറിച്ചിട്ടാണ് ഈ വോളിബോൾ കേരള സ്റ്റേറ്റ് വോളിബോൾ അസോസിയേഷൻ ഒരു മെമ്പറുമല്ലാത്ത, ഈ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ഒരു മെമ്പറുമല്ലാത്ത, വോളിബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു മെമ്പറുമല്ലാത്ത പുറത്തിരിക്കുന്ന ഒരുത്തന്റെ ഒരു പരാതി കൊടുത്തു. കണ്ട നീ അങ്ങ് മാറി നിൽക്ക്, കേട്ട ഞാൻ പറയട്ടെ എന്നുള്ള നിലപാടിലാണ്. ഇദ്ദേഹത്തിന്റെ സ്വഭാവം സ്ഥിരമായി പരാതി കൊടുക്കലാണ്. AK ആന്റണി മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയെല്ലാം എന്റെ കയ്യിലിരിക്കുന്നുണ്ട്. അതെല്ലാം കാണിക്കാൻ നിങ്ങൾക്ക്. അങ്ങനെയുള്ള ഒരു അരവട്ടൻ ചെയ്തുള്ള ഒരു പരിപാടി, ഞങ്ങൾ എപ്പോഴും വോളിബോൾ അസോസിയേഷൻ പറയുന്നത് അയാൾ അരവട്ടൻ എന്നാണ്. എവിടെ പോയാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾ കൊടുത്തൊരു പരാതി, ആ പരാതി ഇത് അന്വേഷിച്ച് ഇവിടെ എത്തി. ഇതിനകത്ത് പിന്നെ മറ്റുള്ളൊരു തമാശ എന്ന് പറയുന്നത്, കൗൺസിലിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രതിപക്ഷമാണ് ഇപ്പോൾ ഞാൻ രാജിവെക്കണമെന്ന് പറയുന്നത്. ആ പറയേണ്ടത് ആദ്യം പോയിട്ട് കോഴിക്കോട് ജില്ലയിലെ CPM-ന്റെ സെക്രട്ടറി മെഹബൂബാണ് ആദ്യം രാജിവെക്കേണ്ടത്. ഞാനല്ല രാജിവെക്കേണ്ടത്. അദ്ദേഹം ഇതിന്റെ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാനാണ്. പിന്നെ ഇതിനകത്ത് വന്നിട്ടുള്ള വേറൊരു ബാപ്പു ഹാജി ട്രഷറാണ്.
അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികനാണ്. സത്യൻ ഇടതുപക്ഷക്കാരനാണ്. അതേപോലെ തന്നെ മൊയ്തീൻ കോയ ഇടതുപക്ഷ സഹയാത്രികനാണ്. ഈ പറഞ്ഞ 5-ൽ 4 പേരും ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്ന അവരൊക്കെ രാജിവെച്ച് ഇങ്ങോട്ട് വരട്ടെ. ഇത് വെറുതെ രാഷ്ട്രീയമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് ചിലപ്പോ അത് കോടതിയും അതുപോലെ കോടതിയിൽ വന്നത് കൊണ്ട് നമുക്ക് ജാമ്യം എടുക്കേണ്ടി വരും. എങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാലും കേസ് ഇതിനകത്ത് ഒന്നുമല്ലാത്ത രീതിയിൽ ഇത് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ഞങ്ങൾക്ക് ആർക്കുമില്ല. കേരള സ്റ്റേറ്റ് വോളിബോൾ അസോസിയേഷൻ ഇല്ല. കേരള സ്റ്റേറ്റ് വോളിബോൾ അസോസിയേഷൻ പാസ്സാക്കിയതാണ് ഈ അക്കൗണ്ട്. ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന്റെ നേതൃത്വത്തിൽ 4 പേര് ഒപ്പിട്ട് ഈ ഓർഗനൈസിംഗ് കമ്മിറ്റിയും അതേപോലെ തന്നെ നമ്മുടെ കേരള സ്റ്റേറ്റ് വോളിബോൾ അസോസിയേഷനും ഐക്യകണ്ഠേന പാസ്സാക്കിയിട്ടുള്ള ഒരു കണക്കിനെ കുറിച്ചാണ് 7 കൊല്ലം കഴിഞ്ഞിട്ട് ഇതിനകത്ത് അഴിമതിയുണ്ട് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞ ഉടനെ ഇത് പരാതി ഞങ്ങൾ മറ്റൊരു കാര്യം കൂടി ഞങ്ങൾ ചെയ്തു. ഇതിന്റെ സുതാര്യത ഉറപ്പുവരുത്താൻ വേണ്ടി ഞങ്ങൾ ഈ കണക്ക് പാസ്സാക്കിയതിന് ശേഷം കേരളത്തിൽ ആർക്കു വേണമെങ്കിലും ഈ കണക്കുകൾ വന്ന് ഇതിലെ മെമ്പറാണോ മെമ്പർ അല്ലേ എന്ന് നോക്കാതെ ആർക്ക് വേണമെങ്കിലും ഈ കണക്കുകൾ വന്ന് പരിശോധിക്കാം എന്ന് പറഞ്ഞ് ആരാധന ടൂറിസ്റ്റ് ഹോമില് അതിന്റെ ട്രഷററും അതേപോലെ ഈ ബാപ്പുഹാജിയും അതുപോലെ ഇതിന്റെ പണം കൈകാര്യം ചെയ്തിരുന്നുള്ള മൊയ്തീൻ കോയയും 2 പേരും ഇതിന്റെ എല്ലാ അക്കൗണ്ടുകളും വെച്ച് അവിടെ ഇരിക്കേണ്ടായി. ഒരു ദിവസം മുഴുവൻ ഇരിക്കേണ്ടായി. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ആർക്ക് വേണമെങ്കിലും ഇതിന്റെ കണക്കുകൾ വന്ന് പരിശോധിക്കാം. അത്രയും സുതാര്യമാണ് ഇത് എന്ന്. പക്ഷേ ഈ പറയുന്ന പരാതി കൊടുത്തവൻ പോലും അതേപോലെ തന്നെ ഇതിൽ അഴിമതി ഉണ്ടെന്ന് പറഞ്ഞ ഒരാൾ പോലും ആ കണക്കുകൾ പരിശോധിക്കാൻ അവിടെ വന്നിട്ടില്ല. ഇപ്പോഴും പറയുന്നു ഈ കണക്കുകൾ മുഴുവൻ കോഴിക്കോട്ട് ഇത് സംഘടിപ്പിച്ച അവരുടെ കൈവശമുണ്ട്. എന്റെ കൈവശമല്ല, അവരുടെ കൈവശമുണ്ട്. ഇന്നും ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അവിടെ പോയി അവർ പരിശോധിക്കാവുന്നതാണ്. അത് കറക്റ്റ് ചെയ്യാവുന്നതാണ്, ക്ലിയർ ചെയ്യാവുന്നതാണ്. യാതൊരു തരത്തിലുള്ള അഴിമതിയോ അതല്ലെങ്കിൽ മിസ്അപ്രോപ്രിയേഷനോ ഈ വിഷയത്തിൽ നടന്നിട്ടില്ല. നഗരസഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ വലിയ ഒരു വിമർശനവുമായിട്ടാണ് രംഗത്ത് വന്നത്. താങ്കൾ ഇടപെട്ട എല്ലാ മേഖലകളിലും ഇത്തരം വലിയ ആരോപണങ്ങൾ ഉണ്ടായി എന്നൊരു വിമർശനം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു വിമർശനത്തെ പ്രതിരോധിക്കുന്നത്? എന്ത് ഇടപെട്ട ഏത് വിഷയത്തിലാണ്? ഞാനൊരു സ്പോർട്സ്മാനാണ്. കേരളത്തിലെ ചാമ്പ്യൻഷിപ്പ് കളിച്ചിട്ടുള്ള ഒരാളാണ്. ഞങ്ങളൊരു സംഘടിപ്പിക്കുമ്പോൾ ഇവിടെ സംഘടിപ്പിക്കുന്നവർക്ക് അറിയാം. ഇവിടെ പ്രസിഡൻസ് സംഘടിപ്പിക്കുകയാണെങ്കിൽ ശരി, ഖാദറിൽ സംഘടിപ്പിക്കുകയാണെങ്കിൽ ശരി, പ്രീമിയർ സംഘടിപ്പിക്കുകയാണെങ്കിൽ ശരി, സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ അതിന് ഭീമമായൊരു സംഖ്യ നഷ്ടത്തിലേക്ക് പോകുന്നതാണ്. അങ്ങനെ ഏതൊരു രീതിയിലുള്ള ഒരാളുടെ ഒരു സാമ്പത്തിക സഹായം ഇല്ലാതെ പലരുടെയും കയ്യിൽ നിന്ന് ടിക്കറ്റും സ്പോൺസർഷിപ്പും വരെ നടത്തുന്ന സംഘടന, ആ സംഘടനക്ക് ഭീമമായ രീതിയിലുള്ള ഒരു ഓർഗനൈസിംഗ് കമ്മിറ്റി ഉണ്ടാവും. ആ ഓർഗനൈസിംഗ് കമ്മിറ്റി മുഴുവൻ എക്സാമിൻ ചെയ്ത് നടത്തുന്ന ഒരു കാര്യം, ആ കാര്യത്തില് ഇങ്ങനെയുള്ള ഒരു ഇതുണ്ട് എന്ന് പറയുമ്പോൾ, ഞാൻ പറഞ്ഞില്ലേ 2011 ഇവിടെ നടത്തിയില്ലേ 1,50,000 രൂപ 2011 മുതൽ ഇപ്പോഴും ലോസാണ്. അതിനും പരാതി കൊടുത്തു. പരാതി ഇപ്പൊ ഏതിനാണെങ്കിലും പരാതി കൊടുക്കാം. അതിപ്പോ രാഹുൽ ഒരു കാര്യം നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഒരു കാര്യം നടത്തുകയാണെങ്കിൽ ഒരാൾ പരാതി കൊടുക്കാൻ തീരുമാനിച്ചാൽ പരാതി ഉണ്ടായിരിക്കും. പരാതി കൊടുക്കും, അത് സ്വാഭാവികമാണ്. അത് നാട്ടിലെ ജനങ്ങളുടെ അവകാശമാണ്. ആ പരാതി കൊടുക്കുന്നു, ആ പരാതി അവര് പരിശോധിച്ച് കഴമ്പില്ല എന്ന് പറഞ്ഞ് തള്ളുന്നു. അങ്ങനെ പരാതി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഞാൻ എടുത്ത ഇതിൽ അഴിമതി ഉണ്ട് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 10 വർഷം മാർക്സിസ്റ്റ് പാർട്ടിയല്ലേ ഇവിടെ ഭരിച്ചത്? ഇടതുപക്ഷമല്ലേ ഭരിച്ചത്? പിണറായിയുടെ പോലീസ് ആയിരുന്നില്ലേ? എന്തേ 10 വർഷം എന്നെ തൊടായിരുന്നത്? എന്താ 10 വർഷം എന്നെ തൊടായിരുന്നത്? ഞാൻ അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്നെ അറസ്റ്റ് ചെയ്യാമായിരുന്നില്ലേ? കഴിഞ്ഞ 10 വർഷം എന്നെ അറസ്റ്റ് ചെയ്യാമായിരുന്നില്ലേ? എല്ലാം അവരുടെ കയ്യിലുണ്ടായിരുന്നില്ലേ? അപ്പോ അതിലൊന്നും യാതൊരു കഴമ്പുമില്ല. അന്വേഷണം നടത്തിയിട്ട് കഴമ്പില്ല എന്ന് പറഞ്ഞ് തള്ളിയതല്ലേ? UDF സർക്കാർ ഒരു പരാതി കിട്ടിയപ്പോ വ്യക്തമായി അത് അന്വേഷിച്ചു. അതിലെ പരാതിപ്പെട്ട ഉള്ളത് പ്രകാരം അതിലിപ്പോ മെഹബൂബാണ് എങ്കിൽ മെഹബൂബിനെ അറസ്റ്റ് ചെയ്യും, നാലകത്ത് ബഷീർ ആണെങ്കിൽ നാലകത്ത് ബഷീറിനെ അറസ്റ്റ് ചെയ്യും. ഒരു സംശയം വേണ്ട. UDF ഞങ്ങളിങ്ങനെ പക്ഷപാതപരമായി പെരുമാറുന്ന ഒരു പ്രസ്ഥാനമല്ല രാഹുലിന്റെ പ്രസ്ഥാനം പോലെ. രാഹുലിന്റെ പ്രസ്ഥാനത്തിലുള്ള ഒരാളുണ്ടായിരുന്നു, കഴിഞ്ഞ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ വൈസ് പ്രസിഡന്റ്, തൊട്ടു പാലക്കാട്ടുകാരനാണ്, MR രഞ്ജിത്ത്. പൈക്ക എന്ന് പറഞ്ഞൊരു സ്പോർട്സ് പരിപാടി ഉണ്ടാവും സെൻട്രൽ ഗവൺമെന്റിന്റെ. ആ സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള 12 കോടി രൂപ കാണാനില്ല. ആ 12 കോടി കാണാനില്ലാത്തത് ഇപ്പോ സ്പോർട്സ് മിനിസ്റ്റർ അന്വേഷണത്തിനിട്ടപ്പോൾ രാജിവെച്ച് ഒളിച്ചോടിയിരിക്കുക ഈ MR രഞ്ജിത്ത്. രാജി സ്വീകരിക്കാതെ ഇട്ടിരിക്കുക. അന്വേഷണം കഴിഞ്ഞിട്ട് രാജി സ്വീകരിച്ചാൽ മതി എന്ന് പറഞ്ഞിരിക്കുക സ്പോർട്സ് മിനിസ്റ്റർ. അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തി പരിചയമുള്ളത് രാഹുലിന്റെ പാർട്ടിക്കാർക്കാണ്. UDF-ർക്ക് ആ പരിപാടിയില്ല. UDF ജനക്ഷേമപരമായ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ വിരളി പൂണ്ടുകൊണ്ട്
ഇപ്പോ കൗൺസിലിലെ കഴിഞ്ഞ മുനിസിപ്പാലിറ്റിയിലെ പലതും ഞങ്ങൾ പുറത്തു കൊണ്ടുവരാൻ നിൽക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ മറയാക്കാൻ വേണ്ടിയുള്ള ചില പരിപാടിയാണ് ഇത്. അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇതിനെ ഞങ്ങൾ നേരിടും. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത കാര്യങ്ങൾ അത് പുറത്തു വരിക തന്നെ ചെയ്യും. പെരിന്തൽമണ്ണ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നാലകത്ത് ബഷീറിനെതിരെയുള്ള പ്രതിപക്ഷ വിമർശനത്തിലുള്ള മറുപടിയാണ് അദ്ദേഹം ചാനൽ 10 ന്യൂസിനോട് പ്രതികരിച്ചത്. ഈ ഒരു സമയത്ത് വരുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും പ്രതിപക്ഷ ആരോപണങ്ങളെ ശക്തമായി പ്രതിരോധിക്കുമെന്നുകൂടെ അദ്ദേഹം ഈ ഒരു ഘട്ടത്തിൽ നമ്മളോട് പറഞ്ഞു വെക്കുകയാണ്. പെരിന്തൽമണ്ണയിൽ നിന്നും ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. നിങ്ങളുടെ ഫ്യൂച്ചർ സെറ്റിലാക്കണോ? അൽഷിഫയിൽ നിന്ന് പഠിക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ മികച്ച കരിയർ സാധ്യതയുള്ള ഡിഗ്രി, PG കോഴ്സുകളോടൊപ്പം ലോജിസ്റ്റിക്സ്, ഏവിയേഷൻ, CMA, ACCA, AI, മെഷീൻ ലേണിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പോലെയുള്ള ഹൈ ഗ്രോത്ത് കരിയർ ഓപ്ഷനുള്ള പ്രൊഫഷണൽ ആഡ് ഓൺ കോഴ്സുകൾ ഇന്റേൺഷിപ്പോട് കൂടെ ഡിഗ്രി കോഴ്സിനൊപ്പം പഠിക്കാം. ചൂസ് അൽഷിഫ ഫോർ എ ബെറ്റർ കരിയർ.